മക്കളെ, ഇന്ന് നമുക്ക് അടിപൊളി ഒരു കുനാഫ ഉണ്ടാക്കാം. ഈ കുനാഫ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാന്നുള്ളതേ ഉള്ളൂ. അതിന് സിമ്പിളായിട്ട് എങ്ങനെ നമ്മൾ ഉണ്ടാക്കുക എന്ന് കാണാം. മക്കളെ, ആദ്യം നമുക്ക് കുനാഫയ്ക്ക് വേണ്ട ക്രീം ചീസ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി ഒരു പാത്രത്തിൽ 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ ക്രീം ചീസ് കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നമുക്കിത് കത്തിച്ച് തിളപ്പിക്കാം. മക്കളെ, നമ്മുടെ പാലിതാ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ 1 നാരങ്ങയുടെ നീര് കുറേച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇളക്കി കൊടുക്കാം. നമ്മുടെ പാലിങ്ങനെ പിരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പം പിരിഞ്ഞ് വന്നിട്ടില്ല. ഇനി നമുക്ക് ലേശം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നാരങ്ങ നീരില്ലെങ്കിൽ സുർക്ക ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഇത് കണ്ടില്ലേ, നന്നായിട്ട് പിരിഞ്ഞ് കട്ട പോലെ വരുന്നുണ്ട്. ഇപ്പോൾ വെള്ളം വേറൊരു കളറിലായി, പാല് കട്ടയായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ എല്ലാ പാലും ഇതേപോലെ പിരിഞ്ഞ് ഇങ്ങനെ വന്നാൽ നമുക്ക് ഇറക്കി വെച്ചിട്ടൊന്ന് തരിച്ചെടുക്കണം. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ സ്പൂൺ വെച്ച് തന്നെ ഇങ്ങനെ പിഴിഞ്ഞ് വെള്ളമൊക്കെ അങ്ങനെ കളയാം. ഇനി നമ്മൾ ഒഴിച്ചു കൊടുത്ത നാരങ്ങയുടെ പുളി ഒന്ന് പോവാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മേലെ കൂടെ ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് ഒന്നുകൂടി ഇങ്ങനെ അമർത്തിയെടുക്കാം. അമർത്തി വെള്ളമൊക്കെ പോട്ടെ. ഇനി നമുക്കിതിനെ മിക്സിയുടെ ജാറിലേക്ക് തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ 1 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിനെ അരച്ചെടുക്കാൻ 3 ടേബിൾ സ്പൂൺ ചൂടാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ചാറിയ വെള്ളമാണ്. ഇനി നമുക്കിതിന് നന്നായിട്ട് മഷി പോലെ അരച്ച് കൊണ്ടുവരാം. ഇത് കണ്ടില്ലേ മക്കളെ, നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ വെള്ളം ഒഴിക്കുമ്പോൾ നോക്കി ഓരോരോ സ്പൂണായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇതിനിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൽ നമുക്ക് 1/2 കപ്പ് പ്രസ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇനി 3 ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് 3ഉം പാടം ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇത് 3ഉം പാടം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തന്നെ 1.5 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതുകൂടെ കൂട്ടിയിട്ട് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇതിപ്പോൾ കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ എടുത്തൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനെ ഇളക്കി ചെറിയ തീ വെച്ചിട്ട് കുറുക്കിയെടുക്കാം കേട്ടോ. മക്കളെ, കട്ടയൊന്നും ആവരുത് കേട്ടോ. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ ക്രീം ഇതാ കുറുകി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രേ വേണ്ടിയുള്ള ഞാനിതാ ഈ പരുവാകുമ്പോൾ എടുക്കുന്നുണ്ട്, കണ്ടില്ലേ മക്കളെ. ഇനി നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 300 ഗ്രാം കുനാമ സേമിയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ സാധാ സേമിയയിൽ ഉണ്ടാക്കാൻ പറ്റില്ല. ഇത് നല്ല നൈസ് സേമിയാണ്, കണ്ടില്ലേ. നൈസായിട്ട് മുടിനാര് പോലത്തെ സേമിയാണ്, കണ്ടില്ലേ. ഒന്നിങ്ങനെ വെച്ചാൽ പൊടിഞ്ഞു വരും, കണ്ട. ഇത് നമുക്കിനി 2 കൈയും വെച്ചിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇത് വേഗം പൊടി കിട്ടാൻ നമ്മുടെ മറ്റേ സേമിയനെ പോലെ ഒരുപാട് സമയമൊന്നും ആവില്ല. 2 കൈ നമ്മളിങ്ങനെ ഇതാക്കുമ്പോൾ ഇതിങ്ങനെ പൊടിഞ്ഞു വരും, കണ്ടില്ലേ. അപ്പം നമ്മൾ സേമിയയ്ക്ക് ഞാൻ ഒടിച്ചിതാ ചെറിയതാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ബട്ടറാണ് ഇടേണ്ടത്. ഞാനിതിൽ 50 ഗ്രാം ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നന്നായിട്ട് കട്ടയൊക്കെ ഒലിച്ച് ഉരുകി വന്ന ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതൊക്കെ പാടെ ഒന്ന് മിക്സാക്കി കുഴച്ചെടുക്കണം. ബട്ടർ ഈ സേമിയയുടെ എല്ലായിടത്തും പെടുന്നത് പോലെ വേണം നമുക്ക് മിക്സാക്കാൻ. ഇത് കണ്ടില്ലേ മക്കളെ, ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ എല്ലാ സേമിയയിലും നമ്മുടെ ബട്ടർ കുഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇരിക്കട്ടെ മക്കളെ. ഇനി നമുക്ക് നമ്മുടെ ഓവൻ ഒന്ന് ചൂടാക്കാൻ വെക്കാം. അതിൻ്റെ ഉള്ളിൽ ഇതാ ഈ റൗണ്ടും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി അത് അവിടെ ഇരുന്നിട്ടൊന്ന് ചൂടായി വരട്ടെ. ഇനി ഒരു പാത്രത്തിൽ നമ്മൾ കുറുക്കിയെടുത്ത ക്രീം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ നമുക്ക് 1/4 ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം.
അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരച്ചെടുത്ത ക്രീം ചീസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് എല്ലാതും പാടെ ഒന്ന് മിക്സാക്കി എടുക്കാം. വാനില എസൻസും നമ്മൾ ഉണ്ടാക്കിയ ക്രീമും പ്രസ് ക്രീമും ഒക്കെ മിക്സാക്കി എടുക്കാം. ഇത് കണ്ടില്ലേ മക്കളെ, ഇതൊക്കെ നമ്മൾ ക്രീമൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുനാപ്പ സെറ്റാക്കി എടുക്കാം. അതിനൊരു കേക്കിൻ്റെ പാത്രത്തിൽ ഞാനിതിൻ്റെ അടിയിലും സൈഡിലൊക്കെ കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുകയാണ്. സൈഡിലൊന്നും ഒട്ടാതിരിക്കാനാണ് ഈ ബട്ടർ തേച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇത് നമുക്കൊരു ധൈര്യത്തിന് വേണ്ടിയിട്ട് ഈ ബട്ടർ പേപ്പറും കൂടി ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ പാത്രം ഇപ്പം സെറ്റായിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ പാത്രത്തിൽ നമ്മൾ സെറ്റാക്കി വെച്ച സേമിയയുടെ പകുതി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് പരത്തി വെച്ച് കൊടുക്കാം. എല്ലായിടത്തും ഒന്നുപോലെ വരുന്നത് പോലെ പരത്തിയാൽ മതി കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ക്രീം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് പരത്തി വെച്ചെടുക്കാം. പാത്രത്തിൻ്റെ പക്കിലൊന്നും പടണ്ട. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് പരത്തി വെച്ചതിന് ശേഷം നമ്മൾ ബാക്കി വെച്ച കുനാമ സേമിയ ഒക്കെ മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതേപോലെ നമുക്കൊന്ന് പരത്തി വെച്ച് കൊടുക്കാം. മക്കളെ പ്രസ് ചെയ്യരുത് കേട്ടോ. ഇങ്ങനെ പതുക്കെ പരത്തിയാൽ മതി. മേലെ ഉള്ളത് പരത്തി കൊടുത്താൽ മതി. നല്ല ഷേപ്പാക്കിയിട്ട് അമർത്തിയാൽ ഉള്ളിലുള്ള ക്രീമൊക്കെ മേലെ വന്ന് ഒക്കെ ഒന്നിച്ച് പെനഞ്ഞു പോവുള്ളൂ. അതുകൊണ്ടാണ് അമർത്തരുത് പറഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് ഈ ചട്ടകത്തിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് ഒന്ന് സൈഡൊക്കെ ഇങ്ങനെ ഒന്ന് നല്ല ഷേപ്പാക്കി കൊടുക്കുക. ഇതേപോലെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇങ്ങനെ എടുത്ത് നമ്മുടെ ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ പാത്രം ഓവന് നല്ല ചൂടുണ്ട്. ആ രീതിയിലാണ് ഞാൻ വെച്ച് കൊടുത്തത് കേട്ടോ. ഇനി നമുക്കിത് മൂടി വെക്കാം. ഇനി ഇതൊരു 30 മിനിറ്റ് മീഡിയം തീ വെച്ചിട്ട് നമുക്ക് ഓവൻ ചെയ്തെടുക്കാം. മക്കളെ ഇത് കണ്ടില്ലേ, നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. ഈ കളർ എല്ലാവർക്കും വരണമെന്നൊന്നുമില്ല. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. മക്കളെ ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അതിന് വേണ്ടി പഞ്ചസാര പാനി ഉരുക്കിയെടുക്കാം. ഞാൻ അതിനൊരു പാത്രത്തിൽ 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കതിൽ 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ തിളച്ച് പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വരട്ടെ. അപ്പം മക്കളെ നമ്മുടെ കുനാബയുടെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. ഇനി നമ്മൾ അടിയിൽ വെച്ചിരുന്ന ഈ ബട്ടർ പേപ്പർ അങ്ങ് എടുത്ത് കളയാം. ഇനി ഇത് നമുക്ക് വേണ്ട. അയ്യവാ. ഇനി നമുക്കതിൻ്റെ മേലെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും പാടെ വിതറി കൊടുക്കാം. ഇപ്പം നമ്മുടെ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചൂടോടെ എങ്ങനെ എടുത്തിട്ട് നമ്മുടെ കുനാഫയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ പരത്തി ഒഴിച്ചു കൊടുക്കണേ. ഇനിയിപ്പോൾ നിങ്ങൾ എല്ലാതും എടുക്കണില്ലെങ്കിൽ അതിൻ്റെ പകുതി നമുക്ക് എത്ര ആവശ്യം വെച്ചിട്ട് അത് എടുത്തിട്ട് അതിൽ പഞ്ചസാര പാനി ഒഴിച്ചിട്ട് ബാക്കിയുള്ളതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് നമുക്ക് എപ്പോഴാണോ അത് കഴിക്കാൻ തോന്നുന്നത് അപ്പം അതെടുത്തിട്ട് പഞ്ചസാര തിളപ്പിച്ചിട്ട് പാനി ഒഴിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. മക്കളെ ഇനി നമ്മുടെ കുനാഫേനെ ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇതേപോലെ മെല്ലെ മെല്ലെ മുറിച്ചെടുത്ത് ഒരു സ്പൂണ് കൊണ്ടിങ്ങനെ കോരി എടുത്താൽ മതി. ഇത് കണ്ടില്ലേ മക്കളെ, നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം നമ്മുടെ കുനാഫയുടെ പണി ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വലിയ സമയമൊന്നുമില്ല. കണ്ടില്ലേ, നിങ്ങൾ കണ്ടതല്ലേ, ഒരുപാട് ടൈമൊന്നും പിടിക്കണില്ല എന്ന്. എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.